മന്ത്രിസഭയിൽ ഒരു വിഷയം ഈ കരാറിനെ കുറിച്ച് ഒപ്പിടണമെന്ന് തീരുമാനിച്ചാൽ അതിൻ്റെ ഭാഗമായി സെക്രട്ടറിയെ അത് ചുമതലപ്പെടുത്തണം. ചുമതലപ്പെടുത്തുന്ന ഒരു മിനിറ്റ്സ് ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവണം. അങ്ങനെ ആ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഒരു ജിയോ പുറപ്പെടുവിക്കണം. ആ ജിയോയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പിലെ സെക്രട്ടറി അതിന് ചുമതലപ്പെടുത്തണം. ഇവിടെ ഒപ്പിട്ടിരിക്കുന്നത് വാസുകിയാണ്. വാസുകിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് 16/10/2025 മുമ്പ് ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ കരാർ ഒപ്പിട്ട വിവരം വീണ്ടും ഒരു ജിയോ ആയി പുറത്തിറങ്ങുമ്പോഴാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാറ്റസ് ഉണ്ടാവുക. അതാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ റൂൾസ് ഓഫ് ബിസിനസിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇവിടെ ആ റൂൾസ് ഓഫ് ബിസിനസ് അഥവാ ഈ ഭരണ നടപടി ചട്ടം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് CPI ഉയർത്തുന്ന കാര്യം. ഗുരുതരമായ വിഷയമാണ്. ഈ സർക്കാരിനെ തന്നെ അപകടത്തിലാക്കാൻ പോകുന്ന ഒരു വലിയ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇനി സാധാരണ ഇതിൽ എങ്ങനെ ചെയ്യുക? കരാറിൽ ഒപ്പിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ അത് വെച്ച് റാറ്റിഫൈ ചെയ്തിട്ട് മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു ഉത്തരവിറക്കലാണ് സാധാരണ രീതിയിൽ ചെയ്യാറെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇനി അതിന് സാധ്യതയില്ല. കാര്യം നാളെ ഇത് റാറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ 4 മന്ത്രിമാർ വിട്ടു നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് റാറ്റിഫൈ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ എതിർപ്പിനിടയിൽ അതുകൂടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. മന്ത്രിസഭ ആ തത്വത്തിന് അംഗീകാരം നൽകി എന്നുള്ളൊരവസ്ഥ വരും. അപ്പോൾ ഈ 2 വിഷയങ്ങളും നമ്മുടെ മുന്നിലുണ്ട്.